കറക്കം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന രണ്ട് പേരാണ് ഡോറയും ബുജിയും. മാപ്പിൻ്റെ സഹായമില്ലാതെ ഒരു ഡോറയുടെയും ഒരു ബുജിയുടെയും പ്രയാണത്തിൻ്റെ കഥ കണ്ടാലോ? അധികം ദൂരത്തോട്ടൊന്നുമല്ല കേട്ടോ. തക്കുവിന് അവധിയുള്ള ദിവസം ഇങ്ങനെ അമ്മയും തക്കുവും കൂടെ നടക്കാൻ പോകുന്നത് പതിവുള്ളൊരു കാഴ്ചയാണ്. തണുപ്പാകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ അവർ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പോകാറുള്ളത്. വീടിൻ്റെ അടുത്ത് തന്നെ ലുലു ഉണ്ട്. ആദ്യം തന്നെ അവർ രണ്ടുപേരും കൂടെ വീടിനടുത്തുള്ള ലുലുലോട്ടാണ് പോകുന്നത്. ഈ ലുലു പോകുന്നത് മെയിൻലി അവിടുത്തെ ബുക്കുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാണ്. തക്കുവിന് ഇതൊക്കെ കാണുന്ന ഒരു തരം ഹരമാണ്. അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ എത്ര കളിപ്പാട്ടം ഉണ്ടെന്ന് പറഞ്ഞാലും പുതിയ പുതിയ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അതെല്ലാം മേടിച്ചു വെക്കണമെന്നൊരു ചിന്തയില്ലേ, അതെല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. അതുപോലത്തെ ചിന്തകളൊക്കെ തന്നെയാണ് തക്കുവിന് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ തക്കു തിരിച്ചിറങ്ങി. തക്കുവിൻ്റെ പുറകിൽ കിടക്കുന്ന സാധനം കണ്ടോ? മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം യൂണിക്കോണാണത്. യൂണിക്കോണിൻ്റെ ബാഗ്. ആ ബാഗിനകത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നുമല്ല. അവൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളവും പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ അവൾ കൈ കരുതുന്ന വേറൊരു സാധനമുണ്ട്, ബുക്ക്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ബുക്കുണ്ടെങ്കിൽ അതും കയ്യിൽ കരുതിക്കൊണ്ടാണ് എവിടെയെങ്കിലും പോകുന്നത്. ഈവൻ നമ്മൾ വണ്ടിയിൽ പോയാൽ പോലും തക്കുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ബുക്ക് കാണും. ചാടി മറിഞ്ഞും കുത്തി മറിഞ്ഞും തക്ക് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫുട്പാത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് സൈഡിൽ സ്ട്രീറ്റ് ചെയർസ് കാണാം. അപ്പം തക്കു അവിടെ കയറി ഇരുന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ ബാഗിനകത്തിൽ ബുക്സ് ഉണ്ടെന്ന്. ഇപ്രാവശ്യം കൊണ്ടുപോയ ബുക്ക് വിംപി കിഡാണ്. വിംപി കിഡിൻ്റെ ബുക്ക് എടുത്ത് തക്കു വായിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ മക്കൾക്ക് വായനാശീലം വളർത്തുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. എല്ലാവരും കേട്ടിട്ടില്ലേ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇതാര് പറഞ്ഞതാണെന്നറിയാലോ? സ്വന്തം കുഞ്ഞുണ്ണി മാഷ്. തക്കു സ്കൂളിൽ പോയി ഞങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്, പുറത്തൊക്കെ ഇറങ്ങി കൈയൊക്കെ വീശി നടക്കും. അമ്മ വീടിനകത്തിൽ തന്നെ ഇരിക്കുകയല്ലേ, അപ്പം എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നടക്കുന്നത് ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. സോ ഇറ്റ്സ് ടൈം. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് രണ്ടുപേരും. നടപ്പൊക്കെ കഴിഞ്ഞു. പുറത്തൊക്കെ തക്കുവിൻ്റെ ഭാഷയിൽ ഇതിനെന്താ പറയുന്നതെന്നറിയോ? എക്സ്പ്ലോർ ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ തക്കു അമ്മയായിട്ടുള്ള എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണേ. വീടിനടുത്ത് തന്നെ അവർ നടക്കാൻ പോകുന്നത്. വാക്കിംഗ് ഇൻ ടു ഫ്രഷ് എയർ ആൻഡ് ഓപ്പൺ മൊമെൻറ്റ്സ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ ടു റിലാക്സ് ദ മൈൻഡ് ആൻഡ് റിലീസ് ദ സ്ട്രെസ്. ലിഫ്റ്റ് വഴി നമുക്ക് റൂമിൽ പോവാം, പക്ഷേ സ്റ്റെയർ കേസ് വഴി പോകുന്നതും ഒരു തരത്തിലുള്ള എക്സസൈസ് ആണെന്നാണ് അമ്മയുടെ കണ്ടുപിടുത്തം. അമ്മ മാക്സിമം സ്റ്റെയർ കേസ് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അവരുടെ പ്രയാണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.